जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥ സ്കന്ധം അധ്യായം 1, മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക. ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. താം കാമയാനാം ഭഗവാൻ ഉവാഹായജുഷാം പതിഃ തുഷ്ടായാം തോഷമാപന്നോ അജനയത് ദ്വാദശാത്മജാൻ. തോഷാപ്രതോഷ സന്തോഷോ ഭദ്രാ ശാന്തിരിടാസ്പതിഃ ഇദ്മാ കവിർവിഭുസ്വപ്ന സുദേവോ रोचनोदिषट्. तुषिता नाम ते देवा आसन् स्वयंभुवान्तरे मरीचिमिश्रा ऋषयो यज्ञासुरगणेश्वरः. प्रियव्रतोत्तानपादो मनुपुत्रो महौजसौ तत्पुत्रपौत्रा नप्तृणा अनुवृत्तं तदन्तरम्. देवहूतिम् अदात्ताद कर्दमायात्मजां मनुः तत्सम्बन्धी श्रुतप्रायं भवता गदतो मम. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാബായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4, അധ്യായം 1, മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക. ഹരേ കൃഷ്ണ. ശ്ലോകം 6. താം കാമയാനാം ഭഗവാൻ ഉവാഹായജുഷാം പതി തുഷ്ടായാം തോഷമാപന്നോ അജനയ ദ്വാദശാത്മജാൻ. വിവർത്തനം. ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഭർത്താവായി ലഭിക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്ന ദക്ഷിണായെ യജ്ഞത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭഗവാൻ പിന്നീട് വിവാഹം കഴിച്ചു. ഈ പത്നിയിൽ വളരെ പ്രസന്നനായ ഭഗവാൻ അവളിൽ 12 സന്താനങ്ങളെ ജനിപ്പിച്ചു. ശ്ലോകം 7. തോഷപ്രദോഷ സന്തോഷോ ഭദ്രാശാന്തിരിഡസ്പതി ഇദ്മാ കവിർവിഭുസ്വഹ്ന സുദേവോ രോചനോ ദുഷഡ്. വർത്തനം. യജ്ഞത്തിനും ദക്ഷിണയ്ക്കും ജനിച്ച 12 ആൺകുട്ടികളുടെ പേരുകൾ ഇവയാണ്: തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇഡ്മൻ, കവി, വിഭു, സ്വഹ്നൻ, സുദേവൻ, രോചനൻ. ശ്ലോകം 8. തുഷിതാ നാമതേ ദേവ ആസൻ സ്വയംഭുവാന്തരേ മരീചിമിശ്രാ ഋഷയോ യജ്ഞസുരഗണേശ്വര. വർത്തനം. സ്വയംഭുവ മനുവിന്റെ കാലത്ത് ഈ പുത്രന്മാരെല്ലാം തുഷിതന്മാർ എന്ന പേരിൽ ദേവന്മാരായി തീർന്നു. മരീചി സപ്തർഷിമാരുടെ തലവനും
യജ്ഞൻ ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനുമായി. ശ്ലോകം 9. പ്രിയവൃതോത്താനപാദൗ മനുപുത്രൗ മഹൗജസൗ തത്പുത്രപൗത്ര നപ്തॄണാം അനുവൃത്തം തദന്തരം. അക്കാലത്ത് സ്വയംഭുവ മനുവിന്റെ 2 പുത്രന്മാരായ പ്രിയവ്രതനും ഉത്താനപാദനും അതിശക്തന്മാരായ രാജാക്കന്മാരായി തീരുകയും അവരുടെ പുത്രപൗത്രാദികൾ ത്രിലോകങ്ങളിലും വ്യാപിക്കുകയും ചെയ്തു. ശ്ലോകം 10. ദേവഹൂതി മദാതാദ കർദമായാത്മജാം മനു തൽസംബന്ധി ശ്രുതപ്രായം ഭവദാഗതോ മമ. എന്റെ പ്രിയപ്പെട്ട പുത്ര, സ്വയംഭുവ മനു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രി ദേവഹൂതിയെ കർദമ മുനിക്ക് കൈമാറി. ഞാൻ അവരെ പറ്റി മുമ്പേ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ അവരെ കുറിച്ച് ഏറെക്കുറെ പൂർണ്ണമായി കേട്ടിട്ടും ഉണ്ടാവും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ അധ്യായം മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക എന്നുള്ള അധ്യായം വായിക്കാൻ ആരംഭിച്ചു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് മനുവിന്റെ 3 പുത്രിമാരെ കുറിച്ചാണ്. 3 പുത്രിമാരുടെ പേരുകൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയുടെ മക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ദേവഹൂതിയുടെ പുത്രന്റെ ചരിത്രം, ഭഗവാന്റെ അവതാരമായിട്ടുള്ള കപില ഭഗവാന്റെ ചരിത്രം വിശദമായിട്ട് 3-ാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആഹൂതിയെ കുറിച്ചാണ് പറയുന്നത്. ആഹൂതി രുചി പ്രജാപതിയെ വിവാഹം ചെയ്തു. പുത്രികാധർമ്മം അനുസരിച്ച് തനിക്കുണ്ടാകുന്ന പുത്രനെ പിതാവിന് തിരിച്ചു നൽകാം എന്നുള്ള വ്യവസ്ഥയിലാണ് രുചി പ്രജാപതിയെ ആഹൂതി വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി, 2 സന്താനങ്ങളുണ്ടായി എന്ന് പറയുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. യജ്ഞനും ദക്ഷിണയും അല്ല, യജ്ഞനും ദക്ഷിണയും. ആ യജ്ഞൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു. ദക്ഷിണ ലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്നു. അവർ ഒരേ ഉദരത്തിൽ ജനിച്ചെങ്കിലും അവർ യഥാർത്ഥത്തിൽ സഹോദരന്മാരായിരുന്നില്ല. അവർ യഥാർത്ഥത്തിൽ പതിപത്നിമാരായിരുന്നു. ലക്ഷ്മി നാരായണന്മാരായിരുന്നു രുചിക്കും ആകൂതിക്കും ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ പിന്നീട് വിവാഹിതരായി എന്നാണ് പറയുന്നത്. യജ്ഞനെ വളർത്തുന്നതിനായിട്ട് സ്വയംഭുവ മനുവിന് രുചി പ്രജാപതി നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. രുചി പ്രജാപതിയുടെ വാക്കനുസരിച്ച്, വിവാഹ സമയത്തെ വ്യവസ്ഥയനുസരിച്ച് യജ്ഞനെ വളർത്തുന്നതിന് വേണ്ടി സ്വയംഭവ മനുവിന് രുചി പ്രജാപതി തിരിച്ചു നൽകി എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അവസാനം വായിച്ചിട്ടുണ്ടായിരുന്നത്. 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് താം കാമയാനാം ഭഗവാൻ ഉവാഹായജുഷാം പതി തുഷ്ടായാം ദോഷമാപന്നോ അജനയദ്വാദശാത്മജാൻ. യജ്ഞനും ദക്ഷിണയും പതിപത്നിമാരായതുകൊണ്ട്, അവർ ലക്ഷ്മി നാരായണന്മാരുടെ അവതാരങ്ങളായതുകൊണ്ട് അവർ വീണ്ടും ഈ ജന്മത്തിലും വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത്. അവർ വളരെ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിച്ചു. പരസ്പരം കലഹിക്കാതെ സേവന മനോഭാവത്തോടുകൂടി ദക്ഷിണ യജ്ഞനെ സേവിച്ചു എന്ന് പറയും. എങ്ങനെയാണോ വിഷ്ണുവിനെ ലക്ഷ്മി ദേവി സേവിക്കുന്നത്, അതേപോലെ യജ്ഞനെ ദക്ഷിണ സേവിച്ചു എന്ന് പറയുന്നു. അങ്ങനെ സേവിച്ചതിന്റെ ഫലമായി അവർ വളരെ ധാർമ്മികമായിട്ട് ജീവിച്ചത് കൊണ്ട് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഏത് വീട്ടിലാണോ ഭാര്യാഭർത്താക്കന്മാർ അഭിപ്രായ ഭിന്നതയില്ലാതെ സേവന മനോഭാവത്തോടുകൂടി പരസ്പരം സഹകരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്, അവിടെയും ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഐശ്വര്യ ദേവതയെ വിളിച്ചു വരുത്തുന്നതിനുള്ള മാർഗമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ ഐക്യം എന്ന് പറയും.
ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവി ഇരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ യജ്ഞനും ദക്ഷിണയും യഥാർത്ഥത്തിൽ ലക്ഷ്മി നാരായണന്മാരായിരുന്നു. അവർ വളരെ ധാർമ്മികമായിട്ട് മാതൃകാ ദമ്പതികളായിട്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ധാർമ്മികരായിട്ടുള്ള പുത്രന്മാരുണ്ടായി എന്ന് പറയും. മാതാപിതാക്കളിലുള്ള ധാർമ്മികത മക്കളിലേക്കും വരുന്നു എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അല്ലേ? ഭഗവത്ഗീതയിൽ അർജുനൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാര്യാഭർത്താക്കന്മാരിൽ ധാർമ്മികത ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സന്താനങ്ങളും ധാർമ്മികത ഇല്ലാത്തവരായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർണ്ണസങ്കരമായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ദക്ഷിണയ്ക്കും യജ്ഞനും ധാർമ്മികരായിട്ടുള്ള സത്സന്താനങ്ങൾ ഉണ്ടായി. 12 പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത്. ആ 12 പുത്രന്മാരുടെ പേര് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. തോഷ പ്രതോഷ സന്തോഷോ ഭദ്രാ ശാന്തി ഇടസ്പതി ഇദ്മാ കവിർ വിഭു സ്വഹ്ന സുദേവോ രോചനോ ദിഷട്ട്. 12 പുത്രന്മാരുടെ പേരുകൾ തോഷൻ, പ്രതോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇഡ്മൻ, കവി, വിഭു, സ്വഹ്നൻ, സുദേവൻ, രോചൻ. ഇങ്ങനെയുള്ള പുത്രന്മാരാണ് അവർക്കുണ്ടായത് എന്ന് പറയും. പുത്രന്മാരുടെ പേരുകളാണ്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തുഷിത നാമത്തെ ദേവ ആസൻ സ്വയംഭുവാന്തരേ മരീചിമിശ്ര ഋഷയോ യജ്ഞാസുരഗണേശ്വര. സ്വയംഭുവ മനുവിന്റെ കാലത്ത് ഈ പുത്രന്മാരെല്ലാം തുഷിതന്മാർ എന്ന പേരിൽ ദേവന്മാരായി തീർന്നു. യജ്ഞന്റെയും ദക്ഷിണയുടെയും പുത്രന്മാർ തുഷിതന്മാർ എന്ന പേരിൽ ദേവന്മാരായിട്ട് അറിയപ്പെട്ടു എന്ന് പറയും. മരീചിമിശ്ര ഋഷയോ യജ്ഞാസുരഗണേശ്വര. ഇതെല്ലാം നടക്കുന്നത് സ്വയംഭുവ മനുവിന്റെ കാലത്താണ്. സ്വയംഭുവ മനുവിന്റെ കാലത്ത് മരീചിയുടെ നേതൃത്വത്തിൽ സപ്തർഷിമാർ ഉണ്ടായിരുന്നത് മരീചിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറയും. ഓരോ മനുവിന്റെ കാലത്തും സപ്തർഷിമാരും അതേപോലെ ദേവേന്ദ്രനും എല്ലാം മാറും. ഭരണാധികാരികളെല്ലാം മാറുന്ന സമയമാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അപ്പൊ മനുവാണ് ലോകം മുഴുവൻ ഭരിക്കുന്നത്. മനുവിന്റെ കീഴിലുള്ള ഇന്ദ്രൻ, അതേപോലെ സപ്തർഷിമാർ, ഇവരൊക്കെ മാറും. അതുകൊണ്ടാണ് നമ്മൾ പല സമയത്തും സപ്തർഷിമാരുടെ പേരുകൾ നോക്കുന്ന സമയത്ത് 7 ഋഷിമാരാണ് സപ്തർഷിമാരിൽ ഉണ്ടാവുക. പക്ഷെ അവരുടെ പേരുകൾ പലപ്പോഴും മാറി മറിഞ്ഞും കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് കാരണം ഓരോ മന്വന്തരത്തിലും സപ്തർഷിമാർ മാറുന്നുണ്ട്, അവരുടെ ലീഡർഷിപ്പ് മാറുന്നുണ്ട്, ആ സപ്ത ഋഷിമാരുടെ സ്ഥാനവും മാറുന്നുണ്ട്. അപ്പം സ്വയംഭുവ മനുവിന്റെ കാലത്ത് മരീചിയുടെ നേതൃത്വത്തിലായിരുന്നു സപ്തർഷിമാർ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മരീചിയാണ് സപ്തർഷിമാർക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മരീചിയെ കുറിച്ച് വിഭൂതി യോഗത്തിലും പറയുന്നുണ്ട്. മരീചിർ മരുതാമസ്മി എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഭഗവാൻ തന്നെ ഇന്ദ്രന്റെ സ്ഥാനം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. യജ്ഞ സുരഗണേശ്വര, യജ്ഞൻ, ഭഗവാന്റെ അവതാരമായിട്ടുള്ള യജ്ഞൻ ദേവേന്ദ്രനായിട്ട് മാറി എന്ന് പറയും. സ്വയംഭുവ മനുവിന്റെ കാലത്ത് ദേവേന്ദ്രനായിട്ട് ദേവലോകം ഭരിച്ചിരുന്നത് യജ്ഞൻ ഭഗവാൻ ആയിരുന്നു എന്ന് പറയും. അപ്പൊ ചില സമയത്ത് ഭഗവാന്റെ പ്രതിനിധിയായിരിക്കും ഇന്ദ്രലോകം ഭരിക്കുന്നത്, ദേവേന്ദ്രനായിട്ട് ഭരിക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഭഗവാൻ തന്നെ ഭഗവാന്റെ അവതാരമായിട്ട് ഇന്ദ്രലോകം ഭരിക്കുന്നുണ്ട്. ദേവാനാം അസ്മി വാസവ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വാസവൻ, ഇന്ദ്രൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് നേരിട്ട് ഭഗവാൻ ഇന്ദ്രനായിട്ട് ലോകം ഭരിക്കും. അതിനുദാഹരണമാണ് യജ്ഞൻ. യജ്ഞൻ ഇന്ദ്രനായിട്ട് ഭരിച്ചു എന്ന് പറയും. ചില സമയത്ത് ഭഗവാന്റെ പ്രതിനിധികളായിരിക്കും ഇന്ദ്രനായിട്ട് ഭരിക്കുന്നത്. അതെല്ലാം സ്ഥാനങ്ങളാണ്. അതെല്ലാം അടുത്ത മന്വന്തരത്തിൽ മാറും. ഇന്ദ്രന്മാര് മാറി മാറി വരും. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പ്രിയവ്രതോത്ഥാനപാദോ മനുപുത്രോ മഹോജസോ തത്പുത്ര പൗത്ര നപ്തൃണാം അനുവൃത്തം തദന്തരം. അക്കാലത്ത് സ്വയംഭവ മനുവിന്റെ 2 പുത്രന്മാരായ പ്രിയവ്രതനും ഉത്ഥാനപാദനും അതിശക്തന്മാരായ രാജാക്കന്മാരായി തീർന്നു. അവരുടെ പുത്രപൗത്രാദികൾ ത്രിലോകങ്ങളിലും വ്യാപിക്കുകയും ചെയ്തു.
ഇവിടെ പറയുന്ന ചരിത്രമൊന്നും ഭൂമിയുടെ മാത്രം ചരിത്രമല്ല, മുഴുവൻ പ്രപഞ്ചത്തിന്റെ, ബ്രഹ്മാവിന്റെ കീഴിലുള്ള 14 ലോകങ്ങളുടെയും ചരിത്രമാണ് പറയുന്നത്. അല്ലെ, നമ്മൾ വായിക്കുമ്പം ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് എല്ലാം ഭൂമിയിൽ നടന്ന കാര്യമല്ല ഈ ഭാഗവതത്തിൽ പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ കീഴിൽ 14 ലോകങ്ങളുണ്ട്. ബ്രഹ്മാവിന്റെ പുത്രനാണ് മനു. മനുവും മനുവിന്റെ പുത്രന്മാരുമാണ് ഈ 14 ലോകങ്ങളെയും ഭരിച്ചിരുന്നത്. ഭാരതം ഭരിച്ചിരുന്ന വ്യക്തിയെക്കുറിച്ചോ ഭൂമി ഭരിച്ചിരുന്ന വ്യക്തികളെ കുറിച്ചോ അല്ല നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ ഭരിച്ചിരുന്ന വ്യക്തികളെ കുറിച്ചാണ്. അപ്പോൾ ആ മനുവിന്റെ പുത്രന്മാരായിട്ടുള്ള പ്രിയവ്രതനും ഉത്താനപാദനുമാണ് 14 ലോകങ്ങളുടെയും ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് എന്ന് പറയും. അവര് വ്യത്യസ്ത ഗ്രഹവ്യൂഹങ്ങളുടെ ഭരണമാണ് നിർവഹിച്ചിരുന്നത്. ഇനി പറയാൻ പോകുന്നുണ്ട്, അടുത്ത സ്കന്ധത്തിൽ പ്രിയവ്രതന്റെ ഭരണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമണ്ഡലം മുഴുവൻ അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങളുള്ള ഭൂമണ്ഡലം, കോടിക്കണക്കിന് ഗ്രഹങ്ങളുള്ള ഭൂമണ്ഡലം പ്രിയവ്രതൻ ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് മനുവിന്റെ പുത്രന്മാരായിട്ടുള്ള പ്രിയവ്രതനും ഉത്താനപാദനുമാണ് ലോകം മുഴുവൻ 14 ലോകങ്ങളും ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മക്കൾ, അവരുടെ സന്തതി പരമ്പരയാണ് ലോകം മുഴുവൻ പിന്നീട് ഭരിച്ചത് എന്ന് പറയും. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദേവഹൂതിം അദാദ കർദമായ ആത്മജാം തത്സംബന്ധി ആത്മജാം മനു തത്സംബന്ധി ശ്രുതപ്രായം ഭവതാ ഗദദാ മമ. ദേവഹൂതിയെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പറഞ്ഞത് ആഹൂതിയെ കുറിച്ചും രുചിയെ കുറിച്ചുമാണ്. അവരുടെ മക്കളായിട്ടുള്ള യജ്ഞനെ കുറിച്ചും ദക്ഷിണയെ കുറിച്ചും പറഞ്ഞു. അവരുടെ 12 മക്കളുടെ പേരുകൾ പറഞ്ഞു. ആ വംശാവലിയെ കുറിച്ച് പറഞ്ഞു. ഇനി ദേവഹൂതിയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ്. ദേവഹൂതിയെയും ദേവഹൂതിയുടെ പുത്രനായിട്ടുള്ള കപില ഭഗവാനെ കുറിച്ചും കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പെൺമക്കളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ദേവഹൂതിക്ക് 9 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ ബ്രഹ്മാവിന്റെ മക്കളായിട്ടുള്ള മഹർഷിമാരെയാണ് വിവാഹം ചെയ്തത് എന്ന് കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെയായിരുന്നു, അവരുടെ വംശാവലി എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇനി പറയാൻ പോകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ജപിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തർ